ചേട്ടാ, ഇന്നലെ നിവിൻ പോളിയുടെ പുതിയൊരു സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിരുന്നു, പ്രതിച്ഛായ. സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ചേട്ടൻ അതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? പ്രതിച്ഛായ ഈ നമ്മൾ ലൂസിഫറിന്റെ പ്രൊമോ ഒക്കെ ആളുകൾ വെയിറ്റ് ചെയ്തിരുന്നതാണ്. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലാത്ത സിനിമ എന്ന് പറയുന്നത്. ഇതങ്ങനെ ആളുകൾ എല്ലാവരും ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും ഈ ഒരു സിനിമയുടെ ട്രെയിലർ കാത്തിരുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ബി ഉണ്ണികൃഷ്ണന്റെ സിനിമയാണ് പ്രതിച്ഛായ. നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവ് നമ്മളിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഡസ്ട്രി. ഈ ട്രെയിലർ നമുക്ക് സംഭാവന ചെയ്യുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, ബാലചന്ദ്ര മേനോനും, മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ബാലചന്ദ്ര മേനോനും, അതുപോലെ സായികുമാർ ആരോഗ്യപരമായ കാരണങ്ങളെ കുറേ കാലമായി സിനിമയിലില്ല, ചികിത്സയിലൊക്കെ ആയിരുന്നു. ഇവർ രണ്ടുപേരും ശക്തമായ കഥാപാത്രങ്ങളായി എത്തുന്നു എന്നൊരു പ്രത്യേകത ട്രെയിലർ നമുക്ക് തരുന്നുണ്ട്. നിവിൻ പോളി വരുന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചോദ്യം ബാക്കി കിടക്കുകയാണ്. ഇത് കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ ട്രൂ ലൈഫ് സ്റ്റോറി ആണോ? അങ്ങനെയാണെങ്കിൽ നിവിൻ പോളി ആരെയാണ് അവതരിപ്പിക്കുന്നത്? ആരാണ് സായികുമാർ? ആരാണ് ബാലേന്ദ്ര മേനോൻ? ഉറപ്പായിട്ട് ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു പിടി തരുന്ന പോലെയൊക്കെ തന്നെയാണ് ക്യാരക്ടർ ഉൾപ്പെടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു അച്ഛൻ മകൻ ബന്ധം, പിന്നെ ആ പൊളിറ്റിക്സും മറ്റു കാര്യങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരാളുടെ അത് പേരെടുത്ത് പറയുന്നതിന് എന്താ പേരെടുത്ത് പറയുന്നത്? നമുക്ക് കേരളത്തിൽ ഈ ഇലക്ഷൻ വരാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഇടതുപക്ഷത്തിന് വേണ്ടി ഒരു സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നൊരു വാർത്ത കുറെ നാളുകൊണ്ട് ഞാൻ ആലോചിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ജീവിതവും സിനിമയാകുന്നു എന്നൊരു അലയൊലി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ആരാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നതെന്നും പുറത്തു വന്നില്ല. പക്ഷെ ഈ സിനിമ പുറത്തു വരും. ഇതിന്റെ ക്ലൈമാക്സ് എന്താണെന്നോ ആർക്ക് വേണ്ടി എഴുതപ്പെട്ട സിനിമയാണെന്നോ എനിക്കറിയില്ല. പക്ഷെ സിനിമയുടെ ട്രെയിലർ തരുന്നൊരു സന്ദേശം ഞാൻ പറഞ്ഞുതരാം. ചില സീനുകൾ, ഒന്ന്, സായികുമാർ ഇടതുപക്ഷത്തിന്റെ CPM ഒരു CPN എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് 2 സീറ്റിന്റെ പിൻബലത്തിൽ അല്ലിയോടോ താൻ വരിക്കുന്നത് എന്ന് ഓർക്കണം എന്ന് പറയുന്ന ഡയലോഗിൽ നിന്ന് കൃത്യമായി അത് ഉമ്മൻചാണ്ടിയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ്. നിവിൻ പോളിയുടെ അച്ഛനായിട്ടാണ് ബാലചന്ദ്ര മേനോൻ അഭിനയിക്കുന്നത്. ആ ബാലചന്ദ്ര മേനോന്റെ കഥാപാത്രമാണ് ഉമ്മൻചാണ്ടി എങ്കിൽ ഹീറോയുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഉറപ്പായും ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കോൺഗ്രസ് രാഷ്ട്രീയം പറയുന്ന ഒരു സിനിമയായിരിക്കും പ്രതിച്ഛായ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചാണ്ടി ഉമ്മന്റെ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആയിരിക്കില്ല. സ്വാഭാവികമായിട്ടും കഥ പറയുമ്പോൾ എഴുത്തുകാരൻ്റെതായ കുറെ കാര്യങ്ങൾ ഉണ്ടാവണമല്ലോ. അങ്ങനെയാണെങ്കിൽ വലിയ വിവാദങ്ങളിലേക്ക് ഇത് പോകാൻ ചാൻസ്, ഉറപ്പായിട്ടും വലിയ വിവാദങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ സിനിമയാണ്. ബി ഉണ്ണികൃഷ്ണന്റെ ഒരു ജനോണറും പരിപാടിയൊക്കെ നമുക്കറിയാം. എങ്കിൽ പോലും ഇത് എന്താണ് ഒഴുക്കി വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല. അതിൽ മറ്റൊരു സീനുണ്ട്. നിവിൻ പോളി ഫോക്കസ് ഔട്ടായിട്ട് ബാലചന്ദ്ര മേനോൻ ഇരിക്കുന്ന ഒരു ഷോട്ടുണ്ട്, ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഉമ്മൻചാണ്ടിയും ചാണ്ടി ഉമ്മനുമായിട്ടുള്ള ഒരു സെൽഫി ഫോട്ടോ ഉണ്ട്, എപ്പോഴും വൈറലാവുന്ന ഒരു ഫോട്ടോ. കാറിൽ ഉമ്മൻചാണ്ടി ഇങ്ങനെ ചാരിയിരിക്കുന്നു, ചാണ്ടി ഉമ്മൻ ഇപ്പുറത്തിരുന്നിട്ട് ഒരു ഫോട്ടോ. ചാണ്ടി ഉമ്മനാണ് ഫോക്കസ്, ബാക്ക്ഗ്രൗണ്ടിൽ ഫോക്കസ് ഔട്ടായിട്ട് ചാണ്ടി ഉമ്മൻ. അതായത് ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ചാവകാശി ചാണ്ടി ഉമ്മനാണ് എന്ന് കാണിക്കാൻ വേണ്ടി പലപ്പോഴും നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരൊക്കെ എടുത്തുപയോഗിക്കുന്ന ഒരു ഫോട്ടോ ആണ്. അങ്ങനെയെങ്കിൽ നിവിൻ പോളി അവതരിപ്പിക്കുന്ന കഥാപാത്രം ചാണ്ടി ഉമ്മന്റെ റിയൽ ലൈഫ് കഥാപാത്രവുമായി ബന്ധപ്പെട്ടും ബാലേന്ദ്ര മേനോൻ കൊണ്ടുവന്നിരിക്കുന്ന കഥാപാത്രം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് ഈ പറയപ്പെടുന്ന ഉമ്മൻചാണ്ടിയുമാണെങ്കിൽ, സായികുമാർ ചെയ്ത വേഷം പിണറായി വിജയന്റേതുമാണെങ്കിൽ 100% ഉറപ്പിക്കാം ഇത് സോളാർ കേസും ബാർ അഴിമതിയുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലഘട്ടങ്ങളിൽ പ്രതിപക്ഷം മൃഗീയമായി പ്ലാൻ ചെയ്ത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനകീയനായിരുന്ന മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ വേണ്ടി ഉപദ്രവിച്ച, മരണം വരെ നെഞ്ചിൽ പേറിയ സങ്കടത്തിന്റെ മരണശേഷം വിശുദ്ധരാണെന്ന് ജനങ്ങളും കോടതിയും ഒരുപോലെ വിധി പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ടതായിരിക്കാം ഈ സിനിമ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ അല്ലെങ്കിൽ അത് ബി ഉണ്ണികൃഷ്ണന്റെ മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കും. ഈ സിനിമ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കും. ഇപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ ആ തരത്തിലാണ് ഈ സിനിമ പോകുന്നത് എങ്കിൽ, ഈ എമ്പുരാന് ശേഷം എമ്പുരാൻ കേന്ദ്ര സർക്കാരിനെ വെച്ചിട്ട് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിക്കുകയും അതിലുപരി ഒരുപാട് സീൻസ് കട്ട് ചെയ്യേണ്ടി വരുന്നത്, അങ്ങനെ കുറെ സാഹചര്യങ്ങളിലേക്ക് കടന്നു പോയിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഒരു വിവാദത്തിലേക്ക് ഇത് കടക്കുകയാണെങ്കിൽ ഈ സിനിമയും ആ ഒരു പ്രതിക്കൂട്ടിൽ, അല്ലെങ്കിൽ ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്, ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡാണ്. ഉമ്മൻചാണ്ടി ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡാണ്. ഉമ്മൻചാണ്ടി പൊളിറ്റിക്കൽ ബ്രാൻഡായി മാറിയത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് പേര് എതിർപ്പും വിദ്വേഷവും ഒക്കെ അദ്ദേഹത്തിനോട് പറയുകയും രാഷ്ട്രീയം സംസാരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡ്. എന്നാൽ മരണശേഷമുള്ള ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ 10 മടങ്ങ് കരുത്തനാണ്.
ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു അക്ഷരം വാതുറന്ന് പറയാൻ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവ് പോലും തയ്യാറാകാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മരണപ്പെട്ട ഉമ്മൻചാണ്ടി അതിശക്തനാണ് എന്ന ഉത്തമ ബോധ്യം അവർക്കെല്ലാം ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തെ പറഞ്ഞാൽ ഒരു വലിയ സമൂഹം, അത് ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടൊന്നുമല്ല, അദ്ദേഹത്തിന്റെ സൽപ്രവർത്തകളിൽ അദ്ദേഹത്തിന്റെ കർമ്മങ്ങളിൽ വിശ്വസിക്കുന്ന, അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം ഇവിടെയുണ്ടെന്ന് ഉത്തമ ഏതെങ്കിലും ഒരു CPM-ന്റെ നേതാവ് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തെ കുറ്റം പറയുന്നത് കേട്ടിട്ടുണ്ടോ? BJP-കാരനോ CPM-കാരനോ CPI-കാരനോ ആരെങ്കിലും? ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. കാരണം മരണശേഷം ഇപ്പോഴും പുതുപ്പള്ളി പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ഒഴുകിയെത്തുന്ന ഭക്തജനങ്ങൾ ഇപ്പോഴുമുണ്ട്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കാൻ എത്ര സ്ഥാനാർത്ഥികളെത്തി, എത്ര സാധാരണക്കാരായ ജനങ്ങളെത്തി. പുതുപ്പള്ളി വഴി പാസ് ചെയ്യുന്ന ഏതൊരു കോൺഗ്രസ് വിശ്വാസിയും ഉമ്മൻചാണ്ടിയുടെ സേവന പ്രവർത്തനങ്ങൾക്ക് ഏറ്റൊരാളും ഒന്ന് നോക്കി പറയും, ആ പള്ളിയിലാണ് ഞങ്ങളുടെ സാറ് അന്ത്യവിശ്രമം കൊള്ളുന്നതെന്ന്. അവരവിടെ പോകും, പടികൾ കയറി മുകളിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ഒരു റോസാപ്പൂ വെച്ച് പ്രാർത്ഥിക്കുകയോ വെക്കാത്ത പ്രാർത്ഥിക്കുകയോ ചെയ്യും. അത്രയും വലിയൊരു പൊളിറ്റിക്കൽ ബ്രാൻഡിന്റെ പേരാണ് ഉമ്മൻചാണ്ടി എന്ന്. ആ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു കലാസൃഷ്ടി, ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ അത് ഇരു കൈയിൽ നീട്ടി മലയാളികൾ എടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കുറേ കാലങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ ഒരുപാട് പൊളിറ്റിക്കൽ മൂവീസ് ഇറങ്ങുമായിരുന്നു. രക്തസാക്ഷികൾ സിന്ദാബാദ് CPM-കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശമായി ഏറ്റെടുത്ത സിനിമയാണ്. നമ്മുടെ സുരേഷ് ഗോപിയും മോഹൻലാലും ഒക്കെ അഭിനയിച്ച സിനിമയാണ്. അതിലെ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മുടെ നാവിൻ്റെ തുമ്പത്തുണ്ട്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെ ദേഹം പെങ്കിളി എന്നൊക്കെ പറഞ്ഞ അന്നത്തെ പാട്ടുകൾ. അങ്ങനെ എത്ര സിനിമകൾ, പൊളിറ്റിക്കൽ മൂവീസ് ഇറങ്ങി. ഇപ്പോൾ സന്ദേശം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയാണ്. കോൺഗ്രസ്സുകാരനെയും CPM-കാരനെയും എല്ലാവരും ഒരുപോലെ പറഞ്ഞു. അന്ന് അതിനൊക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പിന്നീട് പോകെ കരുണാകരൻ്റെ കാലത്ത് കരുണാകരൻ്റെ മക്കളുമായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ വെച്ച് ലീഡർ എന്ന് പറഞ്ഞ പേരിൽ ഒരു സിനിമ, കരുണാകരൻ്റെ ഡ്യൂപ്പിനെ വെച്ച് മുരളീധരനെ പകരം നമ്മുടെ വിജയകുമാറിനെയൊക്കെ വെച്ചിട്ട് പക്ക ഒരു പൊളിറ്റിക്കൽ മൂവി. ഇവിടെ ആരും തടഞ്ഞില്ല, ഒരു കോൺഗ്രസ്സുകാരനും ആ സിനിമയൊന്നും തടഞ്ഞില്ല. അന്നത്തെ കാലത്ത് അതിനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ പോകെ ഇപ്പോൾ ഒരു സിനിമ വന്നാൽ, ഇപ്പോൾ ടിപിയുടെ ലൈഫ് ആസ്പദമാക്കിയ ഒരു സിനിമ വന്നു. ആ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യിക്കാൻ ഇവർ സമ്മതിച്ചില്ല. അപ്പോൾ അത്തരത്തിൽ എത്രയോ സിനിമകൾ റിലീസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. അതിപ്പോ ജനനായകൻ ഒരു പൊളിറ്റിക്കൽ സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് വിജയുടെ ഒരു സിനിമ, വിജയുടെ അവസാന സിനിമ, വിജയ് ഇനി പടം ചെയ്യില്ലെന്നാണ് പറയുന്നത്. അപ്പം അവസാനം എന്നൊക്കെ പറയുമ്പോൾ രാഹുലിന്റെ കണ്ണൊക്കെ തള്ളി പുറത്തു വന്നു. അല്ല, അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് താൻ ഇനി അഭിനയിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സിനിമ പൊളിറ്റിക്കൽ മൂവി ആയതുകൊണ്ട് പറഞ്ഞു. വിജയ് പൊളിറ്റിക്കൽ മൂവി ചെയ്യാൻ തുടങ്ങിയത് ഇന്ന് നിലവിലല്ല കേട്ടോ. വിജയ്ക്ക് പറയാനുള്ള വിജയുടെ രാഷ്ട്രീയ ലക്ഷ്യം കൃത്യമായ സിനിമയിലൂടെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്ത ആൾ തന്നെയാണ് വിജയ്. വെൽ പ്ലാൻ പരിപാടിയായിരുന്നു. കുറെ മണ്ടന്മാർ അതിന്റെ പിന്നാലെ പോയി എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഒരു അഭിപ്രായം. എനിവേ, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ, കേരളത്തിൽ വരുമ്പോൾ ഇത്തരം സിനിമകൾക്ക് തിയേറ്ററിൽ പോലും എത്താൻ, ചിത്രീകരണം പൂർത്തീകരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ ഈ സിനിമ വരുമ്പോൾ ഇത് UDF-ന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടിയാണോ, ഉമ്മൻചാണ്ടിക്ക് അനുകൂലമാണോ, അതോ ക്ലൈമാക്സിൽ ഇയാൾ പ്രതികൂലമാണോ എന്നൊരു സംശയം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. എൻ്റെ ഒരു വലിയ ചോദ്യമായിരുന്നു അത്. ഇതില് ഈ സിനിമ ഇറങ്ങുമ്പോൾ ആരായിരിക്കും യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്ന കഥാപാത്രം ആരായിരിക്കും എന്നൊരു അവിടെ ഒരു അൺപ്രഡിക്റ്റബിൾ സാധനം കിടപ്പുണ്ട്. ഒരു അൺപ്രഡിക്റ്റബിൾ സാധനം അവിടെ കിടപ്പുണ്ട്. അത് സിനിമ അല്ല, അതാണ് അറിയില്ല. കാരണം ഈ പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമ തിയേറ്ററിൽ പോയി റിലീസ് ചെയ്യുമ്പോൾ ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ് എന്നുള്ള സംശയം കിടപ്പുണ്ട്. ആ സംശയം സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കണ്ടിട്ട് നമുക്ക് പറയാം എന്നുള്ളത്.